ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണിത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ഉണങ്ങിയ ഗ്രീൻ പീസ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് ആണ് കേട്ടോ ഉള്ളത്. ഈ ഗ്രീൻ പീസ് തലേദിവസം രാത്രി തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഗ്രീൻ പീസ് തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രീൻ പീസിന്റെ കൂടെ അരിഞ്ഞെടുത്ത ഒരു ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് അരിഞ്ഞെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസിനും ഉരുളൻകിഴങ്ങിനും ക്യാരറ്റിനും എല്ലാം അല്പം മുകളിൽ വെള്ളം വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ മതിയാകും. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയും അതുപോലെ തന്നെ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെയും അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഗ്രീൻ പീസ് കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ചിരകിയ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ നാളികേരത്തിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ സ്റ്റീം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കറക്റ്റ് പാകത്തിനാണ് കുക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയെടുക്കാം. കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയും വന്നിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ ആദ്യം ഓൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓൾ സ്പൈസസ് കയ്യിലില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കറിയിൽ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി അല്പം കൂടി ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ.
അല്പം കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം അരയ്ക്കുന്ന ടൈമിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അരച്ചെടുത്ത് കറിയിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ അടച്ച് 10 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി മസാലയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കറിയിലേക്ക് വന്നിട്ടുണ്ടാകും. ഇടയ്ക്ക് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസിയിൽ ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഗ്രേവി കൂടുതൽ തിക്കായിട്ട് പോവുകയാണെങ്കിൽ ആവശ്യത്തിന് വേണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റാക്കി എടുത്താൽ മതി കേട്ടോ. അധികം സ്പൈസി അല്ലാത്ത ഒരു ഗ്രീൻ പീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനായ ഈ ഗ്രീൻ പീസ് കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.